അപ്പം നമ്മൾ റൂമെല്ലാം വെക്കിയിട്ട് ഇത് ഇറങ്ങി. ഇനി നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയത്. ഞങ്ങളെല്ലാവരും നെയ്റോസ്റ്റും ബബ്ലു ഇഡലിയുമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. കാറെല്ലാം പാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവിടെ നോക്കുമ്പോഴേക്കും ഒരുപാട് ഷോപ്സ് എല്ലാം കാണാം. അപ്പം അമ്മ എന്തൊക്കെയോ വാങ്ങിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. കാർ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് നമ്മൾക്ക് ഗാർഡനിലേക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്ന് ടിക്കറ്റ് എല്ലാം എടുത്തു, ഗാർഡനിലേക്ക് കയറി. ഇവിടെ നല്ല കാഴ്ചക്ക് ഉണ്ട്. ഇപ്പം മഴ പെയ്യുമെന്ന് തോന്നുന്നുണ്ട്. ഈ സ്ഥലമൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഊട്ടിയിൽ വന്നപ്പോൾ ഈ ഗാർഡനിൽ മാത്രം കയറിയിരുന്നില്ല. എന്ത് ഭംഗി ഫ്ലവേഴ്സ് ഒക്കെ കാണാൻ. അങ്കുമപ്പ ലിപ് ബാം ഒക്കെ ഇടുന്നുണ്ട്. അതെന്റെ ലിപ് ബാം ആണ് കേട്ടോ. ഞാനും അമ്മ ഇട്ടൊക്കെ അങ്ങോട്ട് നടന്നു. ഗൈസ് തിരിഞ്ഞു നോക്കിയപ്പോ ഇവരെ കാണുന്നില്ല. അമ്മയും എന്തൊക്കെയോ റീൽസിന് വേണ്ടി വീഡിയോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഗാർഡനൊക്കെ കണ്ട് ഇറങ്ങി. ഞാൻ ടോയ് ഷോപ്പൊക്കെ കണ്ടപ്പോ പപ്പനെ കൊണ്ട് ടോയ് ഒക്കെ വാങ്ങിപ്പിച്ചു. ഇവിടുന്ന് ഞങ്ങൾ ബോട്ടാസിനേക്കാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളിപ്പോ ടിക്കറ്റ് ഒക്കെ എടുത്ത് ബോട്ടിലേക്ക് കയറാൻ പോവാണേ. ഗൈസ് ഞങ്ങൾ ബോട്ടിൽ കയറി. ദേ നോക്കിയേ എന്തോരം വെള്ളമാണ്. ഇവിടെ നല്ല തണുപ്പുണ്ട്. കാറ്റും കൂടെ അടിച്ചപ്പോൾ നല്ല തണുപ്പായിരുന്നു.
ഫോട്ടോ എടുക്കാനിരുന്നു, പക്ഷെ ഞാനാണ് ഓടിച്ചത്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ ഉച്ചയായി. ഇപ്പൊ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. കേരള ഫുഡ് നോക്കി പോയതുകൊണ്ടായിരിക്കണം ഞങ്ങൾക്ക് കിട്ടിയ ഫുഡ് അത്ര നല്ലതായിരുന്നില്ല. ഫുഡൊക്കെ കഴിച്ച് ഊട്ടിന്ന് ഇറങ്ങുകയാണ്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായത് കാരണം ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് നേരത്തെ തന്നെ ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ ചുരമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ടോ. ഇപ്പോൾ ഊട്ടി ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഫ്രൂട്ട്സ് ഷോപ്പൊക്കെ കണ്ടപ്പോഴേക്കും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞങ്ങൾ കോയമ്പത്തൂർ എത്തി. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറി. ഇതാണ് സവാള വട. ഇതാണ് ഇവിടുത്തെ സവാള വട. അങ്ങനെ 12 മണിക്കൂർ നീണ്ട യാത്രയായിരുന്നു. ഇപ്പൊ രാത്രിയായി. ഈ കാണുന്ന റെസ്റ്റോറന്റിൽ നമ്മ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഇവിടുത്തെ ആംബിയൻസ് നല്ല രസമുണ്ടല്ലേ. ഞാൻ ഇത്ര നേരം ഉറങ്ങുമായിരുന്നു, ഇപ്പോഴാണ് എനിക്ക്. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഇടപ്പള്ളി എത്തി. നമ്മളുടെ ഊട്ടി ട്രിപ്പ് എന്ന് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ.